ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓണവിഭവങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10 മെയിനായിട്ടുള്ള ഓണവിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശർക്കര വരട്ടി മുതൽ പച്ചടി, കിച്ചടി, അങ്ങനെ പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഡെയിലി ഞാൻ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മൂന്നാമത്തെ ഐറ്റമായ പുളിയിഞ്ചിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 200 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, മണ്ണെല്ലാം കളഞ്ഞിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 150 ഗ്രാം പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ചൂടെല്ലാം പോയി തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. വേറെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത പുളിവെള്ളമാണ് ഇത്. ഇനി നമുക്ക് ഇഞ്ചി തൊലി കളയാം. ഒരു സ്പൂണ് കൊണ്ടാണ് ഞാനിതിൻ്റെ തൊലി കളയുന്നത്. സൈഡിലുള്ളതൊക്കെ ഒരു കത്തി വെച്ച് തൊലി കളഞ്ഞെടുക്കാം. സ്പൂണ് കൊണ്ടാവുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. നമുക്കിനി ഓരോ ഇഞ്ചിയും എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് കത്തി കൊണ്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം, പക്ഷേ ഒരുപാട് സമയമെടുക്കും ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാവുമ്പോൾ പെട്ടെന്നാവും. കണ്ടില്ലേ, ഇഞ്ചിയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇടാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം. അത് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി എണ്ണ വേണം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിങ്ങനെ വഴറ്റി കൊടുക്കാൻ. ഇത് കുറച്ച് സമയമെടുക്കും വഴന്ന് വരാൻ വേണ്ടി. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ചുരുങ്ങിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചി, കണ്ടില്ലേ. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇഞ്ചിയെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 3 പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്തിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദും മണവും ഉണ്ടാവും. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സ്റ്റൗ ഓണാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. തിളച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വെക്കാം. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കിട്ടാൻ ഒരു 10 മിനിറ്റ് എടുക്കും. ഇത് ഇങ്ങനെ തിളച്ചു. അതിനുശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് വെച്ചിട്ട് വേറെ എവിടെയും പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളി കായപ്പൊടി 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പാടില്ല. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ. പെട്ടെന്ന് സെർവ് ചെയ്യുമ്പോൾ എരിവും കയ്പും കുത്തുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും. ഈ പുളിയിഞ്ചി ഒരു ദിവസം നമുക്ക് പുറത്ത് വെക്കാം. പിറ്റേ ദിവസം മുതൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കേടായി പോയാലോ. ഈ പുളിയിഞ്ചി വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.